ഇങ്ങനെ ഒരു പെൺകുട്ടി 6-7 കാമഭ്രാന്തന്മാർ ചെയ്തതുപോലെ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ എളുപ്പമാണ്. ഇങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ശിക്ഷിച്ചാൽ പോലെ എന്നൊക്കെ ചോദിക്കാൻ പറ്റും. അല്ല, ഈ ഭാഗ്യലക്ഷ്മിയുടെ 2 വിഷയങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് അവർക്ക് ഇതിനകത്തൊരു പബ്ലിസിറ്റി കിട്ടുന്നുണ്ടോ എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. ബാക്കി ആരും രാജിവെച്ചില്ലല്ലോ. ഇപ്പൊ ശ്വേതാ മേനോനുണ്ട്, പിന്നെ കുക്കു പരമേശ്വരനുണ്ട്, രമ്യ നമ്പീശനുണ്ട്, ഒരു വലിയ ആളുകളുണ്ടല്ലോ. അവരാരും ഒരു അഭിപ്രായം പോലും പറയുന്നില്ല ഞങ്ങൾ അതിജീവിതയുടെ കൂടെയാന്ന് പറഞ്ഞ്. ദിലീപിന്റെ ടീമോ അങ്ങനെയുള്ള ആരും കൊട്ടേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ പൾസാർ സുനി അല്ലാതെ സംഘമല്ലാതെ ആരോ ഇതിന്റെ പിന്നിലുണ്ട്. അത് ദിലീപാണെന്ന് കണക്ട് ചെയ്യാൻ തെളിവില്ല എന്ന് പറയുമ്പോൾ മറ്റാരെങ്കിലും ഉണ്ടോ? ദിലീപിന്റെ സഹപ്രവർത്തക കൂടിയാണല്ലോ ഈ അതിജീവിത. കാവ്യമാധവന്റെയും മഞ്ജുവാര്യയുടെയൊക്കെ സുഹൃത്താണല്ലോ അതിജീവിത. ദിലീപ് ഒരു കേസ് കൊടുക്കട്ടെ. സ്ത്രീക്ക് അവളുടെ ശരീരത്തെയും മാനത്തെയും അവരുടെ ചരിത്രത്തെയും പൗത്രതയൊക്കെ വില പറയുന്ന 3-4 കാമഗംഗരന്മാർ വന്ന് കാര്യങ്ങൾ പിന്നെ അവരെ ഉപദ്രവിക്കുകയും അത് വീഡിയോ എടുക്കുകയും ചെയ്തെന്ന് പറഞ്ഞു. ദിലീപിന്റെ വിഷയം കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യലക്ഷ്മിക്ക് വധഭീഷണി, തെറിവിളി, ദിലീപിന്റെ ആൾക്കാരാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഭാഗ്യലക്ഷ്മി വന്നിട്ടുണ്ട്. പക്ഷേ രാമലീല എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഭാഗ്യലക്ഷ്മി ദിലീപിന്റെ ഈ സിനിമയ്ക്ക് ഡബ് ചെയ്താണ്. അന്നത്തെ ഭാഗ്യലക്ഷ്മിയുടെ നയം വേറെ, ഇന്നത്തെ ഭാഗ്യലക്ഷ്മിയുടെ നയം വേറെയാണ്. അന്ന് ഭാഗ്യലക്ഷ്മി ദിലീപിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സംസാരിച്ചത്. അത്ര ക്രൂരനല്ല എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. കാര്യം WCCയിലുള്ള പല ആൾക്കാർ പോലും രംഗത്ത് വരുന്നില്ല. പക്ഷെ ഇവര് WCCന്ന് രാജിവെച്ചിട്ട് പോലും ഇപ്പോൾ വന്ന് ദിലീപിനെതിരായിട്ട് ഭയങ്കര അതിരൂക്ഷമായിട്ട് കോടതിയെ വരെ തള്ളിപ്പറഞ്ഞാണ്, അവരെ വിധിയെ വരെ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വിമർശിച്ചൊക്കെയാണ് അവര് സംസാരിക്കുന്നത്. അല്ല, ഈ ഭാഗ്യലക്ഷ്മിയുടെ 2 വിഷയങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് അവർക്ക് ഇതിനകത്തൊരു പബ്ലിസിറ്റി കിട്ടുന്നുണ്ടോ എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അത് ആത്മരതിയും കൂടെ ആണല്ലോ. അപ്പോൾ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടും അവർ വലിയ ഹൈപ്പിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്ര അതിവൈകാരികമായ ബഹളങ്ങളും കരച്ചിലും കണ്ണുനീരും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. അപ്പം അത് സംഭവിച്ചതിന് ശേഷം അതിജീവിതയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതിനപ്പുറമുള്ള ഒരുപാട് വൈകാരിക പ്രകടനങ്ങളിലേക്കൊക്കെ അവർ പോയി. പക്ഷേ അത് എന്ന് പറഞ്ഞിട്ട് ദിലീപിന്റെ ടീമോ അങ്ങനെയുള്ള ആരും കൊട്ടേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് സ്വാഭാവികമായിട്ട് ഭാഗ്യലക്ഷ്മിക്ക് അതിജീവിതയുടെ കൂടെ നിൽക്കാം. ദിലീപിന്റെ രാമലീല ചിത്രത്തിന് അവർ കാശ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അതിനെ എന്താ ചെയ്തെന്നിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ എന്നുള്ള നിലയിൽ ചിലപ്പോൾ അതിനെ അവർ കണ്ടെന്നിരിക്കും. ദിലീപാണ് അഭിനയിച്ചെങ്കിലും വേറെ ആളുകളാണ് എടുത്തത്, വലിയൊരു ടീമാണല്ലോ, ചിലപ്പോൾ നേരത്തെയുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും, നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ കാണും. പക്ഷേ എന്ന് വിചാരിച്ച് ഇപ്പോൾ അവരുടെ നിലപാടിനെ നമുക്ക് തള്ളിപ്പറയാൻ പറ്റത്തില്ല. അതിന് വേണ്ടി അവരെ കൊല്ലാനും പിടിക്കുക. ഞാൻ വേറെ തമാശ വെച്ചോട്ടെ, ഇതിനകത്തൊരിക്കൽ രസകരമായ ദിലീപ് ഇതിലില്ല എന്ന് വിചാരിക്കുക. രാഹുൽ ഈശ്വരനോടൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ദിലീപ് ഇതിലില്ല എന്ന് വിചാരിക്കുക. ദിലീപ് പിന്നെ ഇങ്ങനെ ഒരു സംഭവത്തിൽ ദിലീപില്ല, ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്തതാരാണ്? പൾസർ സുനിയും ടീമുമാണെന്ന് വിചാരിക്കുക. പക്ഷേ അതിജീവിതയ്ക്കൊരു സംശയമുണ്ട്. അതിജീവിതയുടെ സംശയമല്ല അവർ പറയുന്നത്, സംശയം എന്നുള്ളതല്ല, അവർ പറയുന്നത് ഇങ്ങനെ വേറൊരാൾ ദിലീപ് തന്നെയാണ്, ദിലീപോ അല്ലെങ്കിൽ മറ്റൊരാളോ ഇങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് വന്നതെന്ന്, ഇങ്ങനെ സംഭവിച്ചതെന്നൊരു പ്രേരണക്കാരനുണ്ട് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചവരുണ്ടെന്നാണ് അതിജീവിതയുടെ വിശ്വാസം. അങ്ങനെ പ്രേരണക്കാരനുണ്ടെങ്കിൽ ദിലീപിനൊരു കാര്യം ചെയ്യാവോ? ദിലീപിൻ്റെ സഹപ്രവർത്തക കൂടിയാണല്ലോ ഈ അതിജീവിത. കാവ്യമാധവന്റെയും മഞ്ജുവാര്യയുടെയൊക്കെ സുഹൃത്താണല്ലോ അതിജീവിത. ദിലീപ് ഒരു കേസ് കൊടുക്കട്ടെ. നമുക്ക് ചിന്തിക്കാതെ വേറെ വിഷയം, ദിലീപ് ഒരു കേസ് കൊടുക്കണം. എന്താ കേസ് കൊടുക്കേണ്ടത്? എൻ്റെ കൂടെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടി ഇപ്പം അതിജീവിതയായി നിൽക്കുകയാണ്. അവർ സംശയിക്കുന്നു, അവരെ ഇങ്ങനെ ഉപദ്രവിച്ച പൾസാർ സുനിയും 6 പേരും ഇങ്ങനെ വേറെ ബലാത്സംഗവും മറ്റു കാര്യങ്ങൾ ഉപദ്രവിക്കലും ഒക്കെ ചെയ്തതായിട്ടുള്ള കേസ് വന്നപ്പോൾ ആ കേസിൽ അവരാരെയോ പ്രേരണാ കുറ്റത്തിന് സംശയിക്കുന്നു. അത് കണ്ടുപിടിക്കണമെന്നുള്ള ദിലീപിനൊരു കേസ് കൊടുക്കാൻ പറ്റുമോ? രസമായിരിക്കും ഇത്. ആർക്കും കക്ഷി ചേരാമല്ലോ, അല്ല കേസിൽ കക്ഷി ചേരാമല്ലോ. ദിലീപ് കക്ഷി ചേരണം, അയാളുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഇപ്പുറത്ത് വരണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് അല്ല എങ്കിൽ ആരാണ് ഈ പൾസർ സുനിയെ ഈ കൊട്ടേഷൻ കൊടുത്തത്? അതൊരു ചോദ്യമുണ്ട്. പൾസർ സുനിയും സംഘവും ഒറ്റയ്ക്കാണോ ചെയ്തതെന്നൊരു ചോദ്യമുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യാൻ ഇത്രയും വലിയ മോട്ടിവേഷൻ എന്താണ്? പണം വാങ്ങാനാണെങ്കിൽ ഭീഷണിപ്പെടുത്തിയ പോരെ? റേപ്പ് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്തത് കൊണ്ട് കാണിച്ചു എന്ന് പറയുന്നു. അപ്പം ഇതിൻ്റെ ഫുൾ സ്റ്റോറി കാണുമ്പോൾ ഈ പൾസാർ സുനി അല്ലാതെ സംഘമല്ലാതെ ആരോ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ദിലീപാണെന്ന് കണക്ട് ചെയ്യാൻ തെളിവില്ല എന്ന് പറയുമ്പോൾ മറ്റാരെങ്കിലും ഉണ്ടോ? ഇത് അന്വേഷിച്ചില്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടില്ലല്ലോ. അപ്പോൾ അതിജീവിതയ്ക്കൊരു നീതി ഇല്ലേ നമ്മുടെ ഇവിടെ? കാരണം അവർ ഇത്രയും ബുദ്ധിമുട്ട് 2 മണിക്കൂർ നേരം
കൊച്ചി ടൗണിൽ അല്ലെങ്കിൽ തൃശ്ശൂരിനും കൊച്ചിക്കും ഇടയ്ക്കുള്ള സ്ഥലത്ത് 2 മണിക്കൂർ നേരം ഒരു വാഹനത്തിൽ അവരെ കറക്കി അടിക്കുകയും അവരെ റേപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അവരെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രോമയാണ്. അത് നമുക്കത് സങ്കല്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മൾ ഇഷ്ടമല്ലാത്തൊരു പെൺകുട്ടി ആരെങ്കിലും തൊട്ടാൽ പോലും അവർക്ക് ഭയങ്കര ഇത് വരും. ആ സമയത്താണ് ഇങ്ങനെ ഒരു പെൺകുട്ടി 6-7 കാമഭ്രാന്തന്മാർ ചെയ്തതുപോലെ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ എളുപ്പമാണ്. ഇങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തു എന്നൊക്കെ ശിക്ഷിച്ചാൽ പോലെ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ആ സ്ത്രീ ആ സമയത്ത് അനുഭവിച്ച അതിജീവിത എന്ന് പറയുന്ന വനിത അനുഭവിച്ച മാനസിക സംഘർഷം ഉണ്ടല്ലോ, അവർ കിടന്നവർക്ക് ഉറക്കം വരത്തില്ലെന്നേ. ഉറക്കത്തിൽ അവർ സ്വപ്നം കാണുന്ന ഇതായിരിക്കും, ഈ കാമകിങ്കരന്മാർ വന്ന് ഉപദ്രവിക്കുന്നതായിരിക്കും അവർ സ്വപ്നം കാണുന്നത്. അവർക്ക് ഉറങ്ങാൻ കഴിയത്തില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുമോ, അവരുടെ ശരീരത്തിൽ അവർക്ക് നോക്കാൻ കഴിയുക. എൻ്റെ ശരീരമാണ് ഇങ്ങനെ, അവൻ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു അങ്ങനെ അവിടെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കൊരു കുറ്റബോധവും ഒരു വല്ലാത്തൊരു ബോധത്തിലേക്ക് പോകും. നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മറ്റൊരാളിൽ നിന്ന് നമുക്കൊരു പുരുഷനാണെന്ന് വിചാരിക്കുക. ഒരു പുരുഷനാണെങ്കിലും ചെയ്യാത്ത തെറ്റിനൊരു തല്ല് കിട്ടിയാൽ എന്തൊരു കുറ്റബോധമായിരിക്കും നമുക്കുണ്ടാവുക. അപ്പോൾ ഒരു സ്ത്രീക്ക് അവളുടെ ശരീരത്തെയും മാനത്തെയും അവരുടെ ചരിത്രത്തെയും പൗത്രതയൊക്കെ വില പറയുന്ന 3-4 കാമഗംഗരന്മാർ വന്ന് കാര്യങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അത് വീഡിയോ എടുക്കുകയും ചെയ്തെന്ന് പറഞ്ഞാൽ എന്തൊരു ദ്രോഹമാണ്. അപ്പോൾ ആരാണ് മോട്ടിവേറ്റർ, പ്രേരണക്കാരൻ ആരാണ്? ഇതറിയാനൊരു അവകാശമില്ലേ? അത് പറയുന്നതാണ് ആര്? നമ്മുടെ ഭാഗ്യലക്ഷ്മി. അതിപ്പോൾ നിൽക്കുന്നത് ആരായിട്ടാണ്? ദിലീപായിട്ടാണ്. അല്ലെങ്കിൽ ദിലീപ് അല്ലെങ്കിൽ മറ്റൊരാൾ, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം, വേറൊരാളില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സാഹചര്യ തെളിവുകളും മറ്റുമൊക്കെ നോക്കുമ്പോൾ ആരോ വൺ തോക്കിൻ്റെ ഇന്നത്തെ നിലയിൽ കയറി നിൽക്കുന്നത് ആരാണ്? ദിലീപാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ദിലീപിനെ ആളുകൾ സംശയിക്കുന്നത്. അപ്പോൾ കോടതിയുടെ ചില നൂലാമാലകളിലോ നിയമത്തിൻ്റെ ചില നൂലാമാലകളിൽ കൂടി രക്ഷപ്പെട്ട് ഇറങ്ങിയെന്ന് വിചാരിച്ച് പൊതുബോധത്തിന് നമുക്ക് മാറ്റാൻ പറ്റുമോ? പക്ഷേ പൊതുബോധം അനുസരിച്ച് നിയമം പ്രവർത്തിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലൊരു പൊതുബോധം ഉണ്ടല്ലോ. അതിജീവിതം എന്ന് പറഞ്ഞ വനിതയെ ആരൊക്കെയോ ചേർന്ന് ഉപദ്രവിച്ചുവെന്നും ആ ഉപദ്രവിച്ചവരെ പ്രേരിപ്പിച്ച കുറച്ച് പേരുണ്ടെന്നുള്ളൊരു പൊതുബോധമുണ്ടല്ലോ, അത് പ്രകടിപ്പിക്കാൻ ഭാഗ്യലക്ഷ്മിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അത് ഓവർ ആക്ഷനും ഈ പറഞ്ഞ അതിവൈകാരികതയും കരച്ചിലും കണ്ണീരൊന്നും ആവശ്യമില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു വിഷയമാണ്, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവർ സപ്പോർട്ട് കൊടുക്കുന്നതിന് നമുക്ക് എല്ലാത്തിനും രാജിവെച്ചു, എല്ലാ കാര്യത്തിനും രാജിവെച്ചു. അവർ നല്ല നിലപാടാണ് എടുക്കുന്ന കേട്ടോ. നമ്മളിപ്പോൾ എന്ത് പറയുമ്പോഴും ഒരാളിന് വേണ്ടി ഒരു നിലപാട് എടുക്കുകയല്ലേ, ബാക്കി ആരും രാജിവെച്ചില്ലല്ലോ. ഇപ്പൊ ശ്വേതാ മേനോനുണ്ട്, പിന്നെ കുക്കു പരമേശ്വരനുണ്ട്, രമ്യ നമ്പീശനുണ്ട്, ഒരു വലിയ ആളുകളുണ്ടല്ലോ. അവരാരും ഒരു അഭിപ്രായം പോലും പറയുന്നില്ല ഞങ്ങൾ അതിജീവിതയുടെ കൂടെ എന്ന് പറഞ്ഞ്. അഭിപ്രായം പറയുന്നില്ല. ഇവരൊക്കെ മുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇവരൊന്നും ഇപ്പൊ കാണാനില്ല. അവർ അതിജീവിതയുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ആരെ കൂടെയാണെന്നുള്ള കാര്യം കേരള സമൂഹം തിരിച്ചറിയുകയും ചെയ്യും. അപ്പൊ അത് പണമുള്ളിടത്താണ്, അധികാരവും പണമുള്ളിടത്തായിരിക്കും എപ്പോഴും ആൾക്കൂട്ടം ഉണ്ടാവുക എന്നുള്ളതാണ് ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം. അതെ, ഇതിന്റെ അകത്ത് ഈ 2ാം പ്രതി എന്ന് പറഞ്ഞ മാർട്ടിൻ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതെ, അത് വളരെ വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ചാനലിൽ പൊക്കോണ്ടിരിക്കുന്നു. അതുപോലെ അത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നു. അത് പറഞ്ഞു വെച്ചാൽ അദ്ദേഹമായിരുന്നു 2ാം പ്രതിയായിരുന്നു ഈ വാഹനം ഓട്ടിച്ചിരുന്നത്. പക്ഷെ ദിലീപ് ഇതിൽ കുറ്റക്കാരനല്ല, ബാക്കി 2-3 പേര് ചേർന്ന് ചെയ്തൊരു പണിയാണ്. സിനിമാ നടൻ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് ലാൽ ഉൾപ്പെടെ ഉണ്ടെന്നാണ് ഈ മാർട്ടിൻ പറയുന്നത്. അതാണ് നമുക്കറിയേണ്ട വിഷയം. വളരെ ലളിതമാണ് സുഹൃത്തെ, നമുക്കറിയേണ്ട വിഷയം വളരെ ലളിതമാണ്. പൾസാർ സുനിയും 6 പേര്, ഇന്നിപ്പോൾ വിധിക്കപ്പെട്ട 6 പേരാണോ ഇത് ചെയ്തിരിക്കുന്നത്? ബിഹൈൻഡ് ദ കർട്ടനിൽ ആരാണ് പ്രേരിപ്പിച്ചത്? ആരുടെ പ്രേരണയിലാണ് ഇത് നടന്നത്? അവര് തന്നെ ഈ അതിജീവിത തന്നെ ഉണ്ടാക്കിയൊരു പ്ലാൻ. അതെങ്ങനെയാണ് അതിജീവിത സ്വന്തമായിട്ട് എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ? ദിലീപിനോടുള്ള അദ്ദേഹം പറഞ്ഞതാണ്, ദിലീപിനോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട്. അതിന് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ദിലീപിനോട്, അല്ലെങ്കിൽ ദിലീപിനോട് പ്രതികാരം വീട്ടാൻ വേണ്ടി. ഇതിങ്ങനെയാണ്. കാരണം ദിലീപിനോട് പ്രതികാരം വീട്ടേണ്ട കാര്യം എന്താണ്? അവർക്ക് ദിലീപിനോടുള്ള എതിർപ്പ് വരേണ്ട കാര്യം, ദിലീപിനല്ലേ ഇങ്ങോട്ട് എതിർപ്പ് വരേണ്ട കാര്യമുള്ളൂ. ഈ പറഞ്ഞു കേൾക്കുന്ന കേസനുസരിച്ച് മഞ്ജു വാര്യരുടെ ഭർത്താവായിട്ടുള്ള ദിലീപ്, നമുക്ക് അങ്ങനെ എടുക്കാം, സിനിമാ നടനൊക്കെ അവിടെ നിൽക്കട്ടെ. മഞ്ജു വാര്യരുടെ ഭർത്താവായ ദിലീപ് കാവ്യ മാധവൻ എന്ന് പറഞ്ഞ മറ്റൊരു പെൺകുട്ടിയുമായുള്ള ബന്ധങ്ങൾ മഞ്ജു വാര്യർ കണ്ടുപിടിച്ചെന്നും ഈ ബന്ധത്തെ കൂടുതൽ ഊട്ടി ഉറപ്പിച്ച്, അല്ലെങ്കിൽ ആ ബന്ധത്തെ ഒന്ന് മൂട്ടി കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ അതിന് എരിവും പുളിയും ചേർക്കുന്നതിന് ഈ അതിജീവിതം പ്രവർത്തിച്ചു എന്നുള്ളതാണല്ലോ വിഷയം. അങ്ങനെയാണ് ശത്രുത വരുന്നത്. അപ്പോൾ ഇവർക്ക് അങ്ങോട്ട് ശത്രുത വരുന്നത് എവിടെയാണ്? അതിന് മുമ്പ് ഒരു ഉപദ്രവം നടന്നില്ലല്ലോ. അതിനു മുമ്പേ ദിലീപ് ചെറിയ തോതിലെങ്കിലും അതിജീവിതയെ ഉപദ്രവിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് തോന്നാം? അയാളെ കരിയർ നമുക്ക് നശിപ്പിക്കണം എന്ന് തോന്നി ഞാൻ ഒരു പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ റേപ്പ് ചെയ്ത് ബലാത്സംഗം ചെയ്തായിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കൊണ്ട് കൊടുക്കൂ, ഞാൻ അഭിനയിക്കാം, സിനിമക്കാരിയാണല്ലോ, അഭിനയിക്കാൻ പറ്റുമല്ലോ, ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ധരിക്കാം. ഇതിനു മുമ്പ് ഒരു കേസ് വന്നില്ലല്ലോ. ദിലീപിനെതിരെ ഇവർ നീങ്ങാനുള്ള ഒരു സാഹചര്യം വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അതാ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഒരുപാട് നിഗൂഢതകളും
സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അത് കോടതിയെങ്കിൽ കോടതി, പ്രോസിക്യൂഷൻ എങ്കിൽ പ്രോസിക്യൂഷൻ, ആരായാലും എന്ത് ചെയ്യണം, തെളിയിച്ച് തരേണ്ടതുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. അതായത് രാമൻപിള്ളയെ പോലെ എത്രയോ നൂറുകണക്കിന് വലിയ വലിയ കേസുകൾ പിന്നെ വാദിച്ച് നിൽക്കുന്ന ഒരു വലിയ രാമൻപിള്ളയും ഇപ്പുറത്ത് നിൽക്കുന്ന പ്രോസിക്യൂഷൻ ആയാലും ഇപ്പം അജകുമാർ എന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ ആയാലും അഡ്വക്കേറ്റ് ടി ബി മിനി ആയാലും എല്ലാവരും വളരെ അത് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ആരുമായി കമ്പയർ ചെയ്യുമ്പോൾ രാമൻപിള്ളയുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ജൂനിയർ അല്ലേ. അപ്പോൾ അതുമൊക്കെ കോടതിയിലൊക്കെ സ്വാധീനിച്ചിരിക്കും. അത്രയും വളരെ സീനിയറായ ഒരു വക്കീൽ വന്ന് വാദിക്കുമ്പോൾ ജഡ്ജിയും വളരെ ജൂനിയറാണ്. സ്വാഭാവികമായിട്ടും അതൊക്കെ സ്വാധീനിച്ചിരിക്കാം. അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. നമുക്കറിയേണ്ട ഇത്രയേ ഉള്ളൂ. പൊതുസമൂഹത്തിനും ഭാഗ്യലക്ഷ്മിക്കും ഒക്കെ, ഭാഗ്യലക്ഷ്മിയുടെ കൂടെയാണ് നമ്മൾ അറിയേണ്ട ഇത്രയേ ഉള്ളൂ, ആരാണ് ഇതിനൊരു കിങ് പിൻ ഉണ്ടോ, ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടോ, ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടോ എങ്കിൽ അത് ആരാണ്? ക്ലോസ് ചെയ്താൽ മതി. അങ്ങനെ ആരും ഇല്ല എന്ന് പറഞ്ഞ് കോടതി പറഞ്ഞാൽ പിന്നെ തീർന്നു. അത് നമുക്കറിയാനൊരു അവകാശം ഉണ്ട്. അത് അതിജീവിതയ്ക്ക് കിട്ടേണ്ട ഒരു മിനിമം ഒരു നീതിയാണ്, ഏറ്റവും മിനിമം നീതിയാണ്. വലിയ നീതിയൊക്കെ നിൽക്കട്ടെ, ശിക്ഷിക്കുന്നതൊക്കെ പോട്ടെ, ഇതിൻ്റെ പിന്നിൽ ആളുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ആരെന്നറിയാനുള്ള അവകാശം അതിജീവിതയ്ക്കുണ്ട്. അതിൽ നമ്മൾ സമൂഹം കൂടെ നിന്നേ പറ്റുള്ളൂ.